على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയിൽ നിങ്ങൾ മുന്നേറണം എന്ന് പല ഭാഗങ്ങളിലായി ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ദുനിയാവിലെ ചെറിയ ജീവിതത്തിനിടയിൽ നിങ്ങൾ ആ നന്മ ചെയ്യുന്നതിന് ചില പരിധികളുണ്ട്. ചില സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മയിൽ മുന്നേറാൻ സാധിച്ചോളണമെന്നില്ല. ഖുർആനിൽ തന്നെ കാണാം, ഫസ്തബിഖുൽ ഖൈറാത്ത്, ഏതേത് നന്മകളുണ്ടോ അതിൽ നിങ്ങൾ മുന്നേറണം. അതുപോലെ തന്നെ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും അവന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ധൃതിപ്പെട്ട്, അതല്ലെങ്കിൽ മത്സരിക്കണം. മറ്റൊരു ആയത്തിൽ കാണാം, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണം. അതെന്താ ഖുർആൻ അങ്ങനെ പറയാൻ കാരണം? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്.
എങ്ങനെയെന്നറിയോ? ആ ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയാണ് സഹാബത്തിനോട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബാദിറു ബിൽ അഅമാലി സബ്അൻ. എന്നതിന്റെ അർത്ഥം, ബാദിറു നിങ്ങൾ ധൃതിപ്പെട്ടു വരണം, ബിൽ അഅമാലി സബ്അൻ 7 കാര്യങ്ങളിൽ. 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുന്നേ ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ നന്മയിൽ മുന്നേറണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. ആ 7 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം അത് വന്നെത്തിക്കഴിഞ്ഞാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ 7 കാര്യങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ രൂപത്തിൽ ചിലപ്പോൾ നമുക്ക് അമൽ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിലൊന്നെന്തെന്നറിയോ? ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മൻസിയ. എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യം, ഫഖർ എന്ന് പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ അമലിൽ ധൃതി കാണിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു മനുഷ്യൻ പറ്റ ദാരിദ്ര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ അല്ലാഹുവിനെ ഓർക്കാൻ സാധിച്ചോളണമെന്നില്ല. പണ്ഡിതന്മാര് പറയാണ്, ഫൽ ഇൻസാനു ഇൻദ ഫഖരിഹി യൻസല്ലാഹു തബാറകർ റഹ്മാൻ. ദാരിദ്ര്യമുള്ള സമയത്ത് ഒരുപക്ഷെ അല്ലാഹുവിനെ ഓർക്കാൻ മനുഷ്യൻ മറന്നുപോകും. അവന്റെ ചിന്തകൾ എന്താണെന്നറിയോ? യുഫക്കിറു ബിമാ അലൈഹി മിൻ ദൈനിൻ വയുരീദു അൻ യഅമല ലിഖളാഇ അദദ്ദൈൻ. അവനുള്ള കടത്തിന്റെ മേലുള്ള ചിന്തകളാണ്. ആ കടം എങ്ങനെ വീട്ടണം, തന്റെ കുടുംബത്തിന് എങ്ങനെ റിസ്ക് കൊടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകാനുള്ള വഴികൾ തേടുന്ന സാഹചര്യത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആ മനുഷ്യൻ മറന്നുപോകും. മാത്രമല്ല, യൻസീകുമുത് ത്വാഅത്തു വയൻസീകുമുൽ ഇബാദ. അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും മനുഷ്യൻ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ദാരിദ്ര്യം പിടിപെട്ടാലുള്ള അവസ്ഥ. അപ്പൊ പറ്റ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ അമലിൽ ധൃതി കാണിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബാദത്ത് നമുക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു പരിധിയാണ്. ആ പരിധി എത്തിക്കഴിഞ്ഞ ചിലപ്പോ ഒരു മനുഷ്യനെ കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അതാണ് ഒന്നാമതായി പറഞ്ഞത്, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മൻസിയ. എല്ലാം മറപ്പിക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു അവസ്ഥ വരുന്നതിന് മുന്നേ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്, ഔ ഗിനം മുത്ഗിയൻ, ധിക്കാരത്തിലേക്ക് നയിക്കുന്ന സമ്പന്നതയാണ്. നോക്കൂ, സമ്പത്ത് കൂടിയാൽ മനുഷ്യന് അഹങ്കാരം കൂടുന്നവരുണ്ട്. അതുപോലെ തന്നെ ധിക്കാരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അധിക സമ്പത്ത് മനുഷ്യന് വഴിതെറ്റിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഇന്നലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോ സമുദായത്തിനും ഓരോ പ്രയാസങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ. എന്റെ ഉമ്മത്തിലെ പ്രയാസം എന്ന് പറയുന്നത് ധനമാണ്, മാലാണ്. എല്ലാ സമുദായങ്ങൾക്കും ഓരോ കുഴപ്പങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്റെ ഉമ്മത്തിന്റെ പ്രയാസം എന്ന് പറയുന്നത് ഫിത്നത്തുൽ മാൽ, അത് ധനം കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. ജുമുഅ ദിവസം നമ്മൾ കേൾക്കുന്ന വചനമാണ്. ലാ തുൽഹികും, നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ. അംവാലുകും വലാ ഔലാദുകും, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്. അപ്പൊ എന്നതിൽ നിന്ന് മനസ്സിലായത്, സമ്പത്തും മക്കളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്ന രണ്ട് കാര്യം, രണ്ട് അനുഗ്രഹമാണ്. മക്കളും അതുപോലെ തന്നെ സമ്പത്തും.
അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് ഔ ഗിനം മുത്ഗിയ, ധിക്കാരത്തിലേക്ക് നയിക്കുന്ന. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞത് ദാരിദ്ര്യത്തെ കുറിച്ചാണ്. പറ്റ് ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ അമല് ചെയ്യണം. ഇവിടെ പറഞ്ഞത് എന്താ? ധിക്കാരത്തിലേക്ക് നയിക്കുന്ന സമ്പന്നത. കൂടുതൽ സമ്പത്ത് ഉണ്ടാകുമ്പോ ചിലപ്പോ ചിലര് അള്ളാനെ മറന്നു പോകും. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറളൂ ബിൽ ഹയാത്തി ദുനിയ വത്മഅന്നു ബിഹാ. ദുനിയാവിലെ ജീവിതത്തിൽ സംതൃപ്തി അടഞ്ഞ, എന്നെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമില്ലാത്ത, ആ ദുനിയാവിലെ ജീവിതത്തിൽ സംതൃപ്തി അടഞ്ഞ ചില ആളുകളുണ്ട്. അവരെ വഴിതെറ്റിക്കുന്നത് സമ്പന്നതയാണ്. ഇപ്പൊ കൂടുതൽ സമ്പത്ത് ഉണ്ടാകുമ്പോ ഒരു പക്ഷേ ആളുകൾ അല്ലാഹുവിനെ ഓർക്കാൻ മറന്നുപോകും. കിബർ, അഹങ്കാരം എന്ന് പറയുന്ന ദുർഗുണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് നമുക്ക് പ്രവാചകൻ താക്കീത് നൽകിയത്, ഗിനം മുത്ഗിയ, ധിക്കാരത്തിലേക്ക് നയിക്കുന്ന സമ്പന്നത നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ നന്മയിൽ ധൃതി കാണിക്കണം. മൂന്നാമതായി പ്രവാചകൻ സ്വഹാബത്തിനെ ഉണർത്തുന്ന കാര്യം എന്തെന്നറിയുമോ? ഔ മറദൻ മുഫ്സിദ, കുഴപ്പമുണ്ടാക്കുന്ന രോഗമാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതിന് മുന്നേ അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കണം. നിങ്ങളുടെ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കണം. പ്രത്യേകിച്ച് ആരോഗ്യത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അവിടെ മൂന്നാമതായി റസൂല് പറഞ്ഞത് മറദൻ മുഫ്സിദൻ എന്ന, കുഴപ്പമുണ്ടാക്കുന്ന രോഗം. ഒരുപാട് കാലം സിഹത്തുള്ള, ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, അവന് ഇബാദത്ത് ആ സമയത്ത് ചെയ്ത പോലെ രോഗം വരുന്ന സമയത്ത് ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. നിന്ന് നമസ്കരിച്ചൊരു വ്യക്തി അവൻ എന്തെങ്കിലും അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ അവൻ നിന്ന് നമസ്കരിച്ചതുപോലെ ചിലപ്പോ അവനെ കൊണ്ട് നിന്ന് നമസ്കരിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ ഒരു സ്ട്രോക്ക് വന്ന ഒരു വ്യക്തി, ബ്ലോക്ക് വന്ന ഒരു വ്യക്തി, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസുഖം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന തലേ ദിവസം വരെ അവൻ എന്ത് പ്രവർത്തനമാണ്, എന്ത് അമലാണ്, എന്ത് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു പക്ഷേ അതിനുശേഷം അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അതാണ് റസൂൽ മൂന്നാമതായി ആരോഗ്യത്തെ കുറിച്ച് പറയാനുള്ള കാരണം. മറദൻ മുഫ്സിദ, കുഴപ്പമുണ്ടാക്കുന്ന രോഗം. നമ്മൾ മുന്നേ ഖുതുബയിൽ പഠിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖ്മതിക വജമീഉ സഖ്തിക. ആരോഗ്യം നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും റബ്ബിനോട് കാവൽ ചോദിച്ചിരുന്നു. അതിൽ രണ്ടാമതായി കാവൽ ചോദിച്ച വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മുന്നേ ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാകില്ല. അതാണ് ഇബാദത്തിന്റെ മറ്റൊരു പരിധി അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാലാമതായി പഠിപ്പിക്കുന്നു ഔ ഹറമം മുഫ്നിദൻ, പറയുന്നത് എന്തെന്നറിയാത്ത പ്രായമുണ്ട്. ഓരോ മനുഷ്യനും ഉമ്മ പ്രസവിച്ച് ആ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ കാലഘട്ടം, ബാല്യം, അതുപോലെ തന്നെ ചെറുപ്പം, കൗമാരമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യ വേളയിലേക്ക് ഓരോ മനുഷ്യരും കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ആ പറയുന്നത് എന്തെന്നറിയാത്ത ഒരു കാലമാണ് ഹറം എന്ന് പറയുന്നത്, വാർദ്ധക്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ല ചെറിയ കുട്ടികള്, ആ കുട്ടികൾ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. എന്തിനാണ് കരയുന്നതെന്നറിയില്ല, എന്തിനാണ് ചിരിക്കുന്നതെന്നറിയില്ല. അതുപോലെ തന്നെ അവര് എന്തിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്ന് പോലും, കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നതെന്ന് പോലും അവർക്കറിയാത്ത ഒരു കാലഘട്ടമുണ്ട്. അവർക്കറിയുമെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ അവർ മലമൂത്ര വിസർജനം കിടക്കുന്ന ബെഡിൽ നിർവഹിക്കൂ. കുട്ടികള്, ചെറിയ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുണ്ടല്ലോ,
ഖുർആൻ പറയുന്നുണ്ട്, അവന്റെ ചെറുപ്പം, ബാല്യം, യുവത്വമൊക്കെ കഴിഞ്ഞ് കൗമാരമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യ സമയം അവന് വരാനുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, ഹറമം മുഫ്നിദൻ, പറയുന്നത് എന്തെന്നറിയാത്തൊരു കാലുണ്ട്. നമ്മൾ അങ്ങനെയുള്ള രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ടാവും, പ്രായമായ വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവര് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അവര് ചെയ്ത കാര്യങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അതായത് ചെറിയ കുട്ടികളെ പോലെ ആയി മാറുന്ന ഒരു സമയം. അത് വന്നാൽ ഒരിക്കലും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഒരു മനുഷ്യൻ തന്റെ യുവത്വ സമയത്ത് നിർവഹിക്കുന്ന ഇബാദത്തുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, അൻ ഉംരിഹി ഫീമ അബ്ലാഹു അൻ ശബാബിഹി, തന്റെ ആയുസ്സിനെ കുറിച്ച്, തന്റെ യുവത്വ സമയത്തെ കുറിച്ച് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയാതെ ഒരാൾക്ക് തന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമാകുകയില്ല. ആ ചോരത്തിളപ്പുള്ള സമയത്തെ കുറിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കും, എന്തിനു വേണ്ടിയാണ് നീ വിനിയോഗിച്ചത്? അവിടെയാണ് നമ്മൾ ഇബാദത്തുകൾ കൂടുതൽ അനുഷ്ഠിക്കേണ്ടത്, നിർവഹിക്കേണ്ടത്. നേരത്തെ നമ്മൾ ഉംറയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പല ആളുകൾ വിചാരിക്കും, ഹജ്ജിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകളുടെ ഒരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല്, കുറച്ച് പ്രായമായിട്ട് നമുക്ക് നിർവഹിക്കാം. ഒരു 60, 65 അല്ലെങ്കിൽ 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉംറ നിർവഹിക്കാം, അല്ലെങ്കിൽ ഹജ്ജിന് പോകാം. നിങ്ങൾ പോകുന്ന ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ നോക്കൂ, നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ഗ്രൂപ്പുകളിൽ നമ്മളെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന, അതുപോലെ തന്നെ ഹറമിനടുത്തൊക്കെ ജോലി ചെയ്യുന്ന ചില യുവാക്കളൊക്കെ, അവർക്കൊക്കെ സൗകര്യം ഉണ്ടാകുന്ന സമയത്തൊക്കെ അവർക്ക് ഉംറ നിർവഹിക്കാം, ഹജ്ജിന് പോകാം. പക്ഷെ നാട്ടിൽ നിന്ന് പോകുന്ന ഗ്രൂപ്പുകളിൽ 100% ആളുകളിൽ 90% ഏകദേശം പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ ഒരു മനുഷ്യൻ അവന് ഉംറ ചെയ്യാൻ ആഗ്രഹം വരേണ്ടത്, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം വരേണ്ടത് അവന്റെ യുവത്വ സമയത്താണ്. അത് ആ സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു ഉഷാറുണ്ടല്ലോ, ആ ഒരു ഉന്മേഷമുണ്ടല്ലോ, അതൊന്നും നമുക്ക് വാർദ്ധക്യ സമയത്ത് കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഔ ഹറമൻ മുഫ്നിദ. മറ്റൊരിക്കൽ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറമി വൽ ബുഖ്ൽ, പിശുക്കിൽ നിന്നും വാർദ്ധക്യ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. രണ്ട് കാര്യങ്ങളെ റസൂൽ ചോദിച്ചിട്ടുള്ളൂ. ആ പ്രാർത്ഥന പഠിക്കാൻ നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറമി വൽ ബുഖ്ൽ. വാർദ്ധക്യത്തിൽ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ നമ്മൾ കാണുന്നുണ്ടാകും. അതുപോലെ റബ്ബേ എനിക്ക് ആ അവസ്ഥ നൽകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതാണ് ഹറം എന്ന് പറയുന്നത്. വാർദ്ധക്യ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബേ കാത്തിരക്ഷിക്കണേ. അങ്ങനെയുള്ള പറയുന്നത് എന്തെന്നറിയാത്ത ഒരു കാലം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ബാദിറു ബിൽ അഅ്മാൽ, നന്മയിൽ നീ മുന്നേറണം. പിന്നെ സഹോദരങ്ങളെ, അഞ്ചാമതായി അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു, ഔ മൗതം മുജ്ഹിസൻ, പെട്ടെന്നുണ്ടാകുന്ന മരണം. ഒരു മനുഷ്യനും തീയതി കുറിക്കാനാകാത്ത, തന്റെ ജീവിതത്തിലേക്ക് അതിഥിയായി കടന്നു വരുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും. അതിൽ മുസ്ലിമെന്നോ കാഫിറെന്നോ മറ്റുള്ള മതവ്യത്യാസമില്ല, നിറത്തിന്റെ വ്യത്യാസമില്ല, പണക്കാരനോ ദരിദ്രനെന്ന വ്യത്യാസമില്ല. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, ഐനമാ തകൂനു യുദ്രികുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. ആ മരണം സംഭവിക്കാതിരിക്കാൻ ഏത് കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ പോയി ഒളിച്ചിരുന്നാലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടും. ആ മരണം നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് തീർച്ചയാണ്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നിങ്ങൾ നിർബന്ധമായും തീർച്ചയായും മരണത്തിന്റെ രുചി ആസ്വദിക്കും. അങ്ങനെ ആ പെട്ടെന്നുണ്ടാകുന്ന മരണം, നമ്മൾ വിചാരിക്കും അല്ലാഹു എനിക്ക് ഇനിയും ഒരുപാട് ആയുസ് നൽകും.
70, 80, 100 ഒക്കെ വയസ്സ് ജീവിക്കാനുള്ള ആയുസ് എനിക്ക് നൽകുമെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ ചോദിച്ചിരുന്നു. അതാ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അനുഗ്രഹം നീങ്ങി പോകുന്നതിൽ നിന്ന്, വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ നിന്ന്, വഫുജാഅത്തി നിഖ്മതിക, അവിടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ രക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പെട്ടെന്നുള്ള മരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഒരിക്കലും നമുക്ക് പിന്നെ ഇബാദത്തിൽ ധൃതി കാണിക്കാനോ ഇബാദത്ത് ചെയ്യാനോ ഒന്നും പറ്റൂല. അതുകൊണ്ട് റസൂല് പറഞ്ഞത് ഔ മൗതം മുജ്ഹിസ, പെട്ടെന്നുണ്ടാകുന്ന മരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ബാദിറു ബിൽ അഅമാൽ, നിങ്ങൾ നന്മയിൽ ധൃതി കാണിക്കണം. ആറാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കുഴപ്പക്കാരനായ ദജ്ജാൽ വരുന്നതിന് മുന്നേ, അത് അലാമത്തിന്റെ ഖിയാമത്തിന്റെ അലാമത്തായിക്കൊണ്ട്, അന്ത്യനാളിന്റെ അടയാളമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അത് നമ്മൾ അതേ പ്രകാരം വിശ്വസിക്കണം. എന്താ പറഞ്ഞത്? ഫഇന്ന ദജ്ജാൽ മംസൂഉൽ ഐൻ, ഒറ്റക്കണ്ണനാണെന്ന് പഠിപ്പിച്ചു. ഇടത് കണ്ണിന്റെ സ്ഥാനത്ത് അലൈഹാ വഫറത്തുൻ ഗലീള, ഒരു പരുക്കനായ മാംസകഷ്ണമുണ്ട്. അതിന് പച്ച നിറമുണ്ട്, അത് കത്തിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയായിരിക്കും. വലതു കണ്ണോ തുറിച്ചു നിൽക്കുന്ന മുന്തിരി പോലെയാ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ജടകുത്തിയ മുടിയാണ്, അതുപോലെ തന്നെ യുവാവാണ്, ഖസീർ കുറിയവനാണ്, അഫ്ഹജ് കണങ്കാലകുന്ന വൈകല്യമുള്ള ആളാണ്. അങ്ങനെ ദജ്ജാലിനെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വഇന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, നെറ്റിയിൽ, അതായത് രണ്ട് കണ്ണിന്റെ ഇടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. യഖറഉഹു കുല്ലു മുഅ്മിൻ, എല്ലാ മുഅ്മിനീങ്ങളും അത് വായിക്കും. വിശ്വാസികൾക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തശഹദ അഹദുകും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ, നിങ്ങൾ നമസ്കാരത്തിൽ തശഹുദ് ചൊല്ലാറില്ലേ? ആ തശഹുദിൽ നിങ്ങൾ 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കണം. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, ഒന്ന് ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് റബ്ബേ എന്നെ രക്ഷിക്കണം, അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. 2, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. 3, വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്, നമ്മള് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലേ? അതിനർത്ഥം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഒന്നാമത്തേതാണ്, ഇദാ തശഹദ അഹദുകും ഫല്യസ്തഇദ് ബില്ലാഹി മിൻ അർബഅ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ശർരിൽ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. 4 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ സമയത്തും അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. അതിലൊന്ന് നരകത്തിൽ നിന്ന്, 2 ഖബർ ശിക്ഷയിൽ നിന്ന്, 3 വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്, മരണത്തിന്റെയും ജീവിതത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ആറാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അബിദ്ദജ്ജാലു ഫശർറു ഗായിബിൻ യൻതദിറു, കുഴപ്പക്കാരനായ ദജ്ജാൽ വരുന്നതിന് മുന്നേ. അത് ഖിയാമത്തിന്റെ അലാമത്തായി പഠിപ്പിച്ച കാര്യമാണെങ്കിൽ അതിനുശേഷം ചിലപ്പോ ആ ഒരു കാലഘട്ടത്തിൽ ഇബാദത്തിൽ മുന്നേറാൻ മനുഷ്യന് സാധിച്ചോളണമെന്നില്ല. അത് റസൂലിന്റെ മുന്നറിയിപ്പാണ്. 7 കാര്യങ്ങളിൽ 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതാണ് നേരത്തെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ആയിക്കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, സാബിഖൂ ബിൽ ഖൈറാത്ത് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മുന്നേറണം. അതിന് ചില പരിധികളുണ്ട്. ആ പരിധികളാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇബാദത്തിൽ മുന്നേറുക. റഹ്മാനായ റബ്ബ് അതിന് ആയുസ്സും ആരോഗ്യവും നൽകണം. 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ അമലുകളിൽ സജീവമാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ 6 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. 1, എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യം. 2, ധിക്കാരത്തിലേക്ക് നയിക്കുന്ന സമ്പന്നത. 3, കുഴപ്പമുണ്ടാക്കുന്ന രോഗം. 4,
പറയുന്നത് എന്തെന്നറിയാത്ത വാർദ്ധക്യ സമയം വരുന്നതിന് മുന്നേ, 5 പെട്ടെന്നുണ്ടാകുന്ന മരണം, 6 ദജ്ജാലിന്റെ വരവിന് മുന്നേ. ഇനി 7ാമതായി അവസാനമായി സഹാബത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്ന കാര്യമാണ് അസ്സാഅത്തു വസ്സാഅത്തു അദ്ഹാ വഅമർ. അന്ത്യദിനം വരുന്നതിന് മുന്നേ. അതിനുശേഷം ഒരിക്കലും ഇബാദത്ത് ചെയ്യാൻ ഒരിക്കലും ഒരാൾക്കും കഴിയൂല. പക്ഷെ ആളുകളൊക്കെ വിചാരിക്കുന്നത് അത് ഈ അടുത്തൊന്നും വരുന്നതല്ല, ഒരുപാട് ദൂരെയാ. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ആളുകളെ കുറിച്ച്, ഇന്നഹും യറൗനഹു ബഈദ, ഇന്നഹും യറൗനഹു ബഈദ. അവര് അതിനെ വിദൂരമായിട്ട് കാണുന്നത് ജനങ്ങൾ. ഇന്നൊന്നും ഈ അടുത്തൊന്നും സംഭവിക്കില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. പക്ഷേ വനറാഹു ഖരീബ, നാം അതിനെ കാണുന്നത് വളരെ അടുത്തായിട്ടാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് കാണാം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. റസൂലേ, അവര് താങ്കളോട് അന്ത്യദിനത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അയ്യാന മുർസാഹാ, എപ്പോഴാണ് റസൂലേ സംഭവിക്കുക എന്നുള്ളത്. ഖുൽ, താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമുള്ളതാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹുവ, അതിന്റെ സമയം അവനല്ലാതെ വെളിപ്പെടുത്തുകയില്ല. പക്ഷേ ശഖുലത് ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്ക് ഭാരമുള്ളതാണ് അന്ത്യദിനം എന്ന് പറയുന്നത്, ആ സംഭവം എന്ന് പറയുന്നത്. ലാ തഅതീകും ഇല്ലാ ബഖ്തതൻ, അത് പെട്ടെന്നല്ലാതെ നിങ്ങളിലേക്ക് സംഭവിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കണം, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. സഹാബത്തിന് ഇങ്ങനെ ധൃതിയായി ചോദിക്കാൻ അവര് ചോദിക്കുന്ന, റസൂൽ എപ്പോഴത് സംഭവിക്കുക? അപ്പോ അല്ലാഹു പറയാൻ വേണ്ടി പറയാണ്, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലുള്ള അറിവാ, അത് അല്ലാതെ ആരും വ്യക്തമാക്കുകയില്ല. പക്ഷേ ആകാശഭൂമികൾക്ക് ഭാരമുള്ളതാണ്, അത് പെട്ടെന്നല്ലാതെ നിങ്ങളിലേക്ക് സംഭവിക്കുകയില്ല എന്നൊരു സൂചന മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ. ഈ ജീവിതം നശ്വരമാണെന്നും ഇതൊരിക്കലും നശിക്കുകയില്ലെന്നും മനുഷ്യൻ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളിലേക്ക് അത് സംഭവിക്കും. നിങ്ങൾ പരസ്പരം തർക്കിച്ചും കലഹിച്ചും കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം അത് കടന്നു വരുന്നത്. ഒട്ടകത്തിന്റെ പാൽ കറന്ന വ്യക്തി മറ്റൊരുത്തനിലേക്ക് അത് കൊടുക്കുന്നതിന് മുന്നേയുള്ള ആ ചെറിയ സമയമുണ്ടല്ലോ, അതിനിടയിൽ ഇത് സംഭവിക്കാം. ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളമെടുത്ത് അത് വായിലേക്ക് വെക്കുന്നതിന് മുന്നേയുള്ള സമയമുണ്ടല്ലോ, വെള്ളമെടുത്ത് ഇങ്ങോട്ട് വായിലേക്ക് വെക്കുന്നതിന് മുന്നുള്ള സമയം. അതുപോലെ തന്നെ ഒരു ഉരുള ചോറിന്റെ ഉരുള എടുത്ത് നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തിനുള്ളിൽ അന്ത്യദിനം നിങ്ങളിലേക്ക് സംഭവിക്കും. അതാ പറഞ്ഞത്, ലാ തഅതീകും ഇല്ലാ ബഖ്തതൻ, പെട്ടെന്നല്ലാതെ നിങ്ങളിലേക്ക് അത് വരൂല. അതുപോലെ തന്നെ മഫാത്തിഹുൽ ഗൈബി ഖംസത്തുൻ, അദൃശ്യത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. അദൃശ്യമായ കാര്യങ്ങൾ, അതിന്റെ താക്കോൽ 5 എണ്ണമാണ്. ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്, അത് അല്ലാഹുവല്ലാതെ 5 കാര്യങ്ങൾ അറിയില്ല. അതിലൊന്നെന്തെന്നറിയോ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ഖുർആൻ പറയാ അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് അത് റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്. വയുനസ്സിലുൽ ഗൈബ്, എപ്പോഴാണ് മഴ വർഷിക്കുക എന്നുള്ള അറിവ് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, കാലാവസ്ഥക്കാരൻ അനുമാനമല്ല. വയുനസ്സിലുൽ ഗൈസ്, ആ മഴ എപ്പോഴാണ് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരിക എന്ന അറിവ് അത് റബ്ബിന് മാത്രമുള്ളതാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് റബ്ബിന്റെ അറിവ് മാത്രമാണ്. എന്തൊരു അത്ഭുതമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. ആ ഗർഭാശയത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളുള്ള അദൃശ്യമായ അറിവ് അത് റബ്ബിന്റെ അടുക്കൽ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, 4ാമത്തെ അറിവ്, നാളെ ഒരു മനുഷ്യൻ എന്ത് സമ്പാദിക്കുമെന്നുള്ളത് അത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ.
ഇന്നത്തെ ദരിദ്രൻ നാളെ പണക്കാരനാകാം, ഇന്നത്തെ പണക്കാരൻ നാളെ ദരിദ്രനാകാം. നാളെ ഇന്ന് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ, അടുത്ത സെക്കൻഡിൽ എന്താകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. അത് പറഞ്ഞു കൊടുക്കുന്ന ജ്യോത്സ്യൻ ഉണ്ടാകും, അതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടാകും, നാളത്തെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്ന ആളുകൾ. അത് നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ നാളെ എന്നതിനെ കുറിച്ചുള്ള അറിവ് അത് റബ്ബിന്റെ അടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അഞ്ചാമത്തേത് താൻ നാളെ ഏത് നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്നുള്ളത് ഒരാൾക്കും അറിയില്ല. ഏത് നാട്ടിൽ വെച്ച് മരണപ്പെടുമെന്നുള്ള അറിവ്, ഏത് സ്ഥലത്ത് വെച്ച് മരണപ്പെടുമെന്നുള്ള അറിവ് ഒരിക്കലും നമുക്കില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുമെന്ന്, കട്ടിലിൽ കിടന്ന് മരണപ്പെടുമെന്ന്. അല്ല, ചിലപ്പോ യാത്രയിലായിരിക്കാം, അതുപോലെ തന്നെ ചിലപ്പോ വേറെ സ്ഥലത്ത് വെച്ചായിരിക്കാം, വേറെ ആളുടെ വീട്ടിൽ വെച്ചായിരിക്കാം, മസ്ജിദിൽ വെച്ചായിരിക്കാം, അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ വെച്ചായിരിക്കാം, അന്യരാജ്യത്ത് വെച്ചായിരിക്കാം. അതാർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? അത് മഫാത്തിഹുൽ ഗൈബി ഖംസത്തുൻ, അദൃശ്യത്തിന്റെ താക്കോൽ 5 എണ്ണമാണ്. അതുകൊണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞ, 7ാമതായി പറഞ്ഞ കാര്യം അതാണ്. അന്ത്യദിനം വരുന്നതിന് മുന്നേ നിങ്ങൾ ഇബാദത്തിൽ മുന്നേറുക. ഒരു സഹാബി ഇങ്ങനെ റസൂലിനോട് ചോദിക്കാണ്, എപ്പോഴാണ് റസൂൽ അന്ത്യദിനം, എപ്പോഴാണ് ഖിയാമത്ത് സംഭവിക്കുക? അപ്പൊ ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? നിന്റെ മരണമാകുന്നു നിന്റെ അന്ത്യനാൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിന്റെ അന്ത്യമാകുന്നു, നിന്റെ മരണമാകുന്നു, ആ ദിവസമാകുന്നു അന്ത്യനാൾ. അത് വരുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നീ ഇബാദത്തുകളിൽ സജീവമാകണം. അതുപോലെ തന്നെ അമലുകൾ നിങ്ങൾ ധൃതിപ്പെട്ട് ചെയ്യണം എന്ന് ആ മനുഷ്യന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇബാദത്തുകളിൽ സജീവമാകണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഇബാദത്തില് ധൃതി കാണിക്കുക. സരിഉ ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ, അതുപോലെ തന്നെ സാബിഖു ഇലാ മഗ്ഫിറത്തിൻ വജന്നത്തിൻ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗ്ഗത്തിലേക്കൊക്കെ നമ്മൾ ധൃതി കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ബാങ്ക് ഇപ്പൊ ഏകദേശം 12:37 നമ്മൾ മുന്നേ ഒരുപാട് തവണ പറഞ്ഞൊരു വിഷയമാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ മലായിക്കത്തിന്റെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവില്ല. അവര് 7 പൊട്ടി വെക്കും, ഖുത്ബ കേൾക്കാൻ വേണ്ടി അവർ കാത്തിരിക്കും. പിന്നെ നമ്മള് പള്ളിയുടെ ബാബിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ അന്നത്തെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാവില്ല. 12:30 നമ്മൾ ബാങ്കുള്ള സമയത്തൊക്കെ എത്തിയ ആളുകളൊക്കെ എപ്പോഴും വൈകുന്നുണ്ട്. 12:37 ബാങ്ക്, വീണ്ടും 7 മിനിറ്റ് വൈകിട്ട ബാങ്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ബാങ്കിന് മുന്നേ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد.